ഡൽഹി മദ്യനയ കേസിൽ ലഭിച്ച ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം നീട്ടി നൽകാൻ സുപ്രീം കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചത്. ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിനെ നിലവിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരീരഭാരം 7 കിലോഗ്രാം കുറഞ്ഞുവെന്ന്, അതേസമയം കെറ്റോണിന്റെ അളവ് കൂടുകയും ചെയ്തെന്ന്, PET, CT സ്കാൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ ആവശ്യമാണെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നു. കേജ്രിവാളിന് ജൂൺ 4 വരെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു മുൻപ് അദ്ദേഹത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ 1-ാം തീയതി അവസാനിക്കുന്ന ജാമ്യം കഴിഞ്ഞ് ജൂൺ 2-ന് തിഹാർ ജയിലിൽ തിരികെ എത്താനായിരുന്നു ജസ്റ്റിസ് സജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെടെ ബെഞ്ച് ഉത്തരവിട്ടത്. കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുതെന്ന് EDയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു കോടതിയുടെ ഉത്തരവ്. ED അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. മാർച്ച് 21-ന് അറസ്റ്റിലായ കേജ്രിവാൾ ജുഡീഷ്യൽ ED കസ്റ്റഡികളിലായി 50 ദിവസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത്. ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കേജ്രിവാൾ സജീവമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും കടുത്ത ആക്രമണമായിരുന്നു നടത്തിയത്. എതിർശബ്ദമുയർത്തുന്ന എല്ലാ നേതാക്കളെയും ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളെ സ്വാധീനിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിലായിരുന്നു കേജ്രിവാൾ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ചത്. എതിർശബ്ദങ്ങൾ ഇല്ലാതാക്കിയും പാർട്ടിയിലെ തന്നെ നേതാക്കളെ വെട്ടിനിരത്തിയും അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വഴിയൊരുക്കുകയാണ് മോദി ചെയ്യുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു.